മഹത്വം പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഓരോ വചനത്തിനും രണ്ട് അനുഭവ തലങ്ങളുണ്ടെന്നാ പറഞ്ഞത്. ഒന്ന് അറിവിൻ്റെ തലം, രണ്ടാമത്തേത് എന്താണ്? ജ്ഞാനത്തിൻ്റെ തലം. കർത്താവുമായിട്ട് റിലേഷൻ ഓൾറെഡി സഡൻ ഒറ്റത്തവണ ഇങ്ങനെ ഉള്ളൊരു റിലേഷൻസ് അല്ല, അത് കണ്ടിന്യൂ റിലേഷനാണ്. ദൈവമായിട്ടൊരു കണ്ടിന്യൂ റിലേഷന് തയ്യാറായ ആളാണ് മാത്രമാണ് ഇതെല്ലാം എഫിക്കസ് ആകണത്, നമ്മുടെ വിഷയങ്ങളെല്ലാം. അല്ലാതെ നിങ്ങളൊരു ഇൻസിഡൻറ്റിന് വേണ്ടി തൽക്കാലം ഒരു വിഷയം ഉണ്ടായി, ഞാൻ അതിനെ ഉടമ്പടി എടുത്തു, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. നീതു എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമാണ്. നീതു എൻ്റെ സാക്ഷി ഞാനിപ്പോൾ പറയാൻ കാര്യം, അവൾ ഇവിടെ എവിടെയോ താമസിക്കുന്നവരാണ്, അയൽവാസിയാണ്, നോൺ ക്രിസ്ത്യനാ. അപ്പോൾ നീതു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് നീതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര ഈ ക്രിസ്തുവിനെ നമുക്കറിയാവില്ല, ആദ്യ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ കർത്താവ് നമ്മൾ കുഞ്ഞുങ്ങളോടെല്ലാം കുഞ്ഞുങ്ങളെ പാല് ചോദിക്കുമ്പോൾ അമ്മ അമ്മിഞ്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുവാ നീ പോയി ജോലി എടുക്കാൻ പറയുവാ? ഇല്ലല്ല, ഇല്ലേ? അതൊക്കെ അമ്മിഞ്ഞ പാലെടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ ഫ്രഷ് കമേഴ്സിന് എല്ലാം വലിയ ലേബറൊന്നും കൂടാതെ കർത്താവ് അനുഗ്രഹം തരും. അപ്പം നിങ്ങൾ ഓർക്കരുത്, അതൊരു ബാല്യകാലത്ത് ചെയ്യണ കാര്യങ്ങളാണത്. ബാല്യകാലങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ആദ്യകാലങ്ങളിൽ ദൈവം ചെയ്യുന്ന കുറേ ഇൻസെൻറ്റീവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് അമ്മ ചോറ് വേണമെന്ന് പറയുമ്പോൾ അപ്പൻ ജോലി എടുത്തിട്ടാണ് ചോറുണ്ടാക്കിയത്, നീയും പോയി ജോലി എടുക്കാൻ നമ്മൾ പറയത്തില്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് ടാക്സ് കുറവായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ടാക്സ് കുറവായിരിക്കും, അല്ലേ? മുതിർന്നു വരുമ്പോഴാണ് അവർക്ക് ടാക്സ് വരണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അക്രൈസ്തവ സഹോദരങ്ങൾ അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കരുത് എല്ലാം കൊന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഓർക്കരുത്. അത് നിങ്ങളോട് ദൈവം കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. പക്ഷെ നിങ്ങൾ മുതിർന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ വില കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ വിശ്വാസത്തിന് വില കൊടുക്കാൻ തയ്യാറാകും, സത്യസന്ധരാകും. ചില ആൾക്കാർ 4 കാലം വീണ് ഓടുകയും ചെയ്യും. അപ്പോൾ ഓടുന്നവരെ കർത്താവിനറിയാം. പക്ഷേ എന്ത് പ്രശ്നം, ഓടേണ്ടെന്നല്ല, അവർക്ക് അത്രയും ആംബിയർ ഉള്ളു. കാര്യം വിശ്വാസ ജീവിതം പരിശോധിച്ചാൽ എല്ലാവരും വലിയ രാക്ഷസന്മാരായ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ രാജകുമാരന്മാരായി വന്ന ആൾക്കാരെല്ലാം ഒത്തിരി വില കൊടുത്തവരാണ്. കാര്യം ക്രിസ്തു വില കൊടുത്തതാണ്, അതുകൊണ്ടാണ് ക്രിസ്തു വില കൊടുത്തതാണ്. പക്ഷെ അത് മനസ്സിലാകണം നമുക്കില്ല. നമുക്ക് ഈ അനുഗ്രഹം മാത്രമല്ലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ആ കൃപയുടെ സെക്ഷൻ വരുമ്പോൾ മാത്രമാണ് അത് ഈ നമ്മുടെ വചനത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ അറിവിൻ്റെ തലം കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വരും. ഈശോയുമായിട്ട് റിലേഷൻസ് ഒരു നീണ്ട റിലേഷൻസാണ്. അപ്പം അതുകൊണ്ട് തന്നെ അറിവിൻ്റെ തലം ആദ്യം കിട്ടും.
അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യമായിട്ടൊക്കെ ആയിട്ട് പെട്ടെന്ന് കിട്ടും. പിന്നീട് ഒരു ജ്ഞാനതലം ഉണ്ടാവും. ജ്ഞാനതലം എന്ന് പറയണത് അത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല, നമ്മുടെ തീഷ്ണത പോലെ ഇരിക്കും. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ 90 വയസ്സാകുന്ന സമയത്ത് തന്നെ അറിവിൽ തന്നെ കിടക്കത്തുള്ളൂ, ജ്ഞാനതലത്തിലോട്ട് കയറത്തില്ല. കാര്യം അവിടെ അത് ജ്ഞാനത്തിൻ്റെ തലം കൊടുക്കാനുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ അറിവ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം അത് കത്തോലിക്കയുടെ കൂട്ടത്തിലുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുണ്ട്. ഈ 70 വയസ്സാകുമ്പോഴും അനുഗ്രഹം മാത്രം ദൈവത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കണവർ. അത് കർത്താവിൻ്റെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവർ മാതാവിൻ്റെ അടുത്ത് പോകും. മാതാവിൻ്റെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അന്തോനിസിൻ്റെ അടുത്ത് പോകും. അന്തോനിസിൻ്റെ അടുത്തും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്. ഞാൻ പണ്ട് കേട്ട ഒരു വിഷയമാണ്. അന്തോനിസ് അവിടെ കയ്യിൽ നിന്ന് മാല മോഷണം പോയി. അപ്പം അത് അന്തോനിസ് പുണ്യാളൻ്റെ അടുത്ത് ഒരു നേർച്ച നേർന്ന്, മാല കിട്ടാൻ നേർന്നതല്ല, ഇവർക്ക് ജോത്സ്യൻ്റെ അടുത്ത് പോകണം. അതാണ് വിഷയം. ജോത്സ്യൻ്റെ അടുത്ത് പോകണം. ഇവർ ചെല്ലുമ്പോൾ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോനിസ് പുണ്യാളൻ്റെ മുമ്പിൽ ഒരു നേർച്ച നേരും. എങ്ങനെയുണ്ട് പരിപാടി? അവിടെ മാലയാണ് പോയിരിക്കണത്. മാല പോയി അവർ ജോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. എവിടെയാണ് ആരാണ് കട്ടെന്നറിയാൻ വേണ്ടി. ആ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോനിസിൻ്റെ അടുത്ത് നേർച്ച നടത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പരിപാടി? പറഞ്ഞൊരു കാര്യമില്ല. അങ്ങനെ ഓരോ വകുപ്പാണല്ലോ ഇത്. 90 വയസ്സായാലും ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കുന്നതിന് നിങ്ങൾ ടാക്സ് ചെയ്യും. അപ്പോൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ കർത്താവ് നൽകുന്ന സഹനത്തെ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് അപ്പോഴും സാക്ഷിയായിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം മനസ്സിലാകും. ഈശോ പറയും എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. അപ്പം അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പം അറിയാൻ പാടില്ലാത്ത ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചന്ദ്രു പിളർന്നതാണേ ഒരുമിച്ച് പാടുക. ചന്ദ്രു പിളർന്നതാണേ പ്രിയ പ്രാണനുരങ്ങപ്പോ നിന്നുകം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ പ്രിയ പ്രാണനുരങ്ങപ്പോ നിന്നുകം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ ചന്ദ്രു പിളർന്നതാണേ യോഹന്നാൻ 13:18. യോഹന്നാൻ 13:18. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. അപ്പം ഇത് അറിവ് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്ത് വരും? ഞാൻ തിരഞ്ഞെടുത്തവരെ ഈശോയ്ക്ക് അറിയാം. അതിൻ്റെ ജ്ഞാനം എന്താണ്? ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാരും ഉണ്ട്. അതാണ് വിഷയം. 10, 30, 40, 50, 90 കൊല്ലമായിട്ട് ക്രിസ്ത്യാനിയുടെ വിഷം കെട്ടി നടക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താ? പുസ്തകത്തെ പേരില്ല. എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അത് അറിവാണ്. ജ്ഞാനം എന്താണ്? കുറേ ആൾക്കാരെ കർത്താവിനെ അറിയത്തില്ലെന്ന് പറയും. ആരെന്നറിയാത്തത്? പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് ശ്രുതികട്ടെ ഹല്ലേലൂയ. ചങ്ക് പിളർന്നതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ.
സന്തോഷത്തോടെ, വിശ്വാസത്തോടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആലീസ്. ഞാൻ എരമല്ലൂർ സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിരുന്നു. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 5 മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു. എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഉടമ്പടി ചെന്ന് എടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ, പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 15 ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ, എല്ലാം ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങളെന്തായാലും ഈ മാസം കൂടി നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 27 എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 26 ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാകാതെ നോർമൽ ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല, പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ആൺകുഞ്ഞായിരിക്കുമോ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും, ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോടെ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മാതാവിൻ്റെ പേരിടാനായിരിക്കാം, മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത്. കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം. അങ്ങനെ മാതാവിന് ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെയല്ല മാറിയത്. ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിന് സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ ബിടെക് പാസ്സായി. 2018 പാസ്സായത്. ജോലികളൊക്കെ കുറേ നോക്കി, പക്ഷേ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല. പിന്നെ PSC ടെസ്റ്റുകൾക്ക്, കോച്ചിങ്ങുകൾക്ക് പോയി. ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് 15 എടുത്തു. 16 എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത്. അങ്ങനെ എനിക്ക് PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ലഭിച്ചു. അതിനുശേഷം ഈ 2023 എനിക്ക് 2022 തന്നെ എനിക്ക് സെപ്റ്റംബർ 1 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ്.
എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മാതാവ് അത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ്. അച്ഛനാണ്, എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് എന്തായാലും വരണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ PR അവിടുന്ന് ലഭിക്കുന്നുണ്ടായില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തല തൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തു. സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം, അച്ഛന് വരാനും പറ്റുന്നില്ല. എനിക്ക് ഇവർ രണ്ടും ഇല്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല. ആകെ സങ്കടത്തിലായി. ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, നല്ലോണം കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് രണ്ടുപേരും എന്തായാലും വരണം, രണ്ടുപേരെയും കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 7-ന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത്. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടു. അപ്പോഴേക്കും 3-ാം തീയതി ആയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ച റെഡി ആയിട്ടുണ്ട്, PR ഓക്കെ ആയിട്ടുണ്ട്. എന്ന് വരുമെന്നുള്ളത് അറിയില്ല, ഞാൻ PR റെഡി ആയിട്ടുണ്ട്, എന്തായാലും ഉടനെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് 7-ാം തീയതി തന്നെ അച്ഛനിവിടെ വരാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് മാതാവ്, എല്ലാവരും പറയില്ലേ സഞ്ചാരി മാതാവ്, ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. എന്തായാലും മാതാവിന്, ഈശോയ്ക്ക് 1000 നന്ദി. അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി, ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 1.25 പവൻ്റെ ഒരു മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു. പക്ഷേ അവരത് തിരിച്ച് ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല. അവസാനം കേസിന് പോയി. കേസ് കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല, ഇവർ തിരിച്ച് തരുന്നുണ്ടായില്ല. 5 വർഷത്തോളം കഴിഞ്ഞു. ഇവരപ്പോൾ മതിയായി, ഇവർ നടന്ന് വിഷമിച്ചു, ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു. അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു മാലയായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ, എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന്. ഈ കഴിഞ്ഞ ജനുവരി 1-ന് മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ, ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു, പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ നമുക്ക് സുഖമില്ല, അങ്ങനെ വൃക്ക രോഗികൾ, അങ്ങനെ ഓരോ രോഗികളൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും. പിന്നെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും, ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി, അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു, കൂടുതൽ അടുക്കാൻ, ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. Ave Maria. So let me start my testimonial with the Bible verses. Matthew 19:26. With man this is impossible, but with God all things are possible. Thank you, Mother Mary, for bringing me here, and I'm able to say my testimonial. My name is Reena. I'm coming from Mumbai and I live and work in UK. So I have received many blessings through Kripasanam Mother. I would like to share a few blessings over here. So let me say, in the month of January 2023, I went to UK as a student for doing my master's in international business and human resource management. So after completing my studies, I was looking out for a permanent job over there to stay there. I applied many places jobs, but I didn't receive any response from anywhere. So during that time, my mother-in-law told me about Kripasanam in Alapi. So I started looking out about that in YouTube, and I started praying. I started listening to Father Joseph talks, retreat and testimonial as much as I can. So finally, I decided to take an online covenant sitting over there.
On March 19th, I first took my online covenant, and all of a surprise, on March 20th, I got a call from an organization which I was looking for a long time. I went for the interview on March 21st and I was selected for the job. By evening itself, I got an offer letter from the organization. In that interview, the management promised me that they are going to give me sponsorship after 6 months of time. So I was very, very happy. This was my first testimonial. As I started going for my work, I needed for a car because the place of my residence and to the workplace was very far. I used to walk 1 hour daily up and down for the work, so it was getting hard on me. So I prayed to Mother Mary to help me to get a car. All of a sudden, within a week, through one of my friend, I was able to buy a used car, very good condition. Mother Mary helped me, and the number plate of that car is 58, where Mother Mary's 8 is there. So and that car was very good condition. There was no problem at all. So that was my second testimonial. So as my months going over, there was no sign of my sponsorship. So during that time, I heard about Rosary Procession in October 2024. So I decided to flew down from UK to participate in the Rosary Procession and take my pilgrim covenant for the first time. I came here in October 2024 and participated in procession, and by going time I took my pilgrim covenant. I went back. I got all the holy oil, salt, honey. I took all these blessed things from here and I started using over there. I put salt in front of my management and I used to pray every day when I used to go to work. All of a sudden, in the month of February 2025, my manager called me and said that they would like to give me sponsorship for 5 years of work. I was very, very happy and I got my sponsorship for 5 years. This was my third blessing. My fourth blessing was about my UK driving license. So I was trying there for a long time for the driving license, but I was not getting through. I did 5 to 6 tests and all of the tests I failed. Small mistakes they used to tell, and I never used to get through in. So I was depressed with my driving license. I got a test in the month of May 15th. I used all my sacred things, blessed things, holy oil, salt and honey, and I went for the test. When I reached there, I saw my examiner. She was a Scottish lady. She looked exactly like Mother Mary and she was smiling at me. So I was very happy, and I believed that she is my examiner is a Mother Mary who is sitting next to me. And I was very, very confident, and I drove the car. And at the end, she said, she didn't say anything about my mistake. She said, "I am pleased to say that you have passed the test successfully." And by hearing that, I was very, very happy, and this was my fourth testimonial. There are many, many more blessings by using blessed things, but due to time constraint, I am not able to speak here. My mother, who is also accompanied here, she's 79 years old. She also used salt and honey every time whenever she used to get sick and she used to be healed at the very moment. So we all are believing in Kripasana Mother and the things which we use. And my mercy things every month. I'm in UK, so I'm not able to give do work, mercy things. So I send money here to my mother, and we used to give food for the poor people, 10 to 20 people every month regularly. And whoever comes to me for any help, any sort of help, I never say no. I always help them throughout my work and everywhere. Whoever in need of money or help, I used to help them. And spiritual thing, I always listen to Daily Blessing 5:30 and pray and share in my status, and also
Tuesday retreat, Father Talk. I never miss that. If I am not able to finish it on Tuesday, but I make sure that it completed. I see that by Wednesday, and I regularly am in the daily blessings, and every time whenever I get any problem, I always keep that intention in daily blessing, and I used to achieve it. And this time I came this after 1 year. I came here now. I flew down from 2 days back to attend a rosary procession this year as well, and I renewed my pilgrim covenant. So I'm happy that I'll be forever in covenant throughout my life. And thank you, Mother Mary. Thank you very much. Kodanu Kodim Nandi Amma Madhavanu. Thank you.